ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വന്നത്, ഈ യസ്മാന്നോ ദ്വിജതേ ലോകഃ ലോകാന്നോ ദ്വിജതേ ജയഃ ഹർഷാമർഷ ഭയോദ്വേഗൈഃ മുക്തോയ സചമേ പ്രിയഃ എന്ന 12-ാം അധ്യായത്തിലെ 15-ാമത്തെ ശ്ലോകത്തിൽ നിന്നാണ്. ഈ ലോകം താൻ ലോകത്തിന് പ്രശ്നമാകാതിരിക്കുക, ലോകത്തിൻ്റെ പ്രശ്നം തൻ്റെ പ്രശ്നമാകാതിരിക്കുക, അങ്ങനെ ഈ പറഞ്ഞ ഭയമാകട്ടെ, ഹർഷമാകട്ടെ, ദ്വേഷം, ഭയം, ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കുക. അപ്പോൾ ഈ സമാജത്തെ ഉദ്ധരിക്കേണ്ടുന്ന ഉത്തരവാദിത്വം സന്യാസിമാർക്ക് ഇല്ലേ? ചോദ്യം ചോദിച്ചിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതെ, ഇവിടെ ശങ്കരാചാര്യർ, ശ്രീനാരായണ ഗുരു തുടങ്ങിയിട്ടുള്ള സ്വാമിജിയുടെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികളും കാശികാനന്ദഗിരി സ്വാമികളും ഇവരൊക്കെ ചെയ്തത് സമാജത്തെ ഉദ്ധരിക്കുന്ന പ്രക്രിയ ആയിരുന്നില്ലേ? അപ്പോൾ സ്വാമിയുടെ ഈ ഒരു ശ്ലോകവ്യാഖ്യാനത്തിൽ അങ്ങനെ നാം സമാജത്തെ ഉദ്ധരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു ധ്വനി വരുന്നില്ലേ? അത് ഹിന്ദു സമാജത്തിന് ഗുണപരമാണോ? നോക്കൂ, ഈ ഹിന്ദു സമാജത്തെ ഇപ്പം നമ്മൾ ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ ഈ ശ്ലോകത്തിൽ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായ സാമാന്യമായ ഒരു ചോദ്യം, ചിന്ത, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഭഗവാൻ പറയുന്നത്, ഗീതയിൽ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ലോകത്തിന് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിന് ഒരു പ്രശ്നക്കാരനാകാതിരിക്കുക. ഭക്തൻ്റെ ലക്ഷണം പറയുമ്പോൾ പറയുന്നതാണ്. നമ്മളായിട്ട് ലോകത്തിന്, ചുറ്റുപാടിന് എന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ വീട്ടിൽ, ഞാൻ വീടിന് ഒരു വീട്ടുകാർക്കൊരു തലവേദനയാകാതിരിക്കുന്നു എങ്കിൽ വലിയ കാര്യമില്ലേ അത്? വീട്ടിലുള്ള മറ്റുള്ളവർ അത് എനിക്കൊരു തലവേദനയായി മാറുന്നു എന്നുള്ളത്, ഇത് രണ്ടും ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ശാന്തി, സമാധാനം എന്നുള്ളത് മറ്റുള്ളവരിലല്ല. ഇതിനാണ് നമ്മൾ ഇന്നലെ ഭിക്ഷുഗീതയുടെ കാര്യം പറഞ്ഞത്. നായം ജനോമേ സുഖ ദുഃഖഹേതു ന ദേവതാത്മാ ഗ്രഹകർമ്മകാലാഹ മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേത്. ഏതെങ്കിലും ആളുകളാണോ, സർക്കാരാണോ, അല്ലെങ്കിൽ ഇന്നെന്ന ആളുകളാണോ എൻ്റെ ദുഃഖത്തിന് കാരണം? അല്ല. നായം ജനോമേ സുഖ ദുഃഖഹേതു, എൻ്റെ ദുഃഖത്തിനും ഹേതുവും അവരാരുമല്ല. ഇനി ഈ ഗൃഹത്തിൽ ഞാൻ താമസിച്ചത് കൊണ്ടാണോ? അതല്ല. ഇനി ഗ്രഹത്തിൻ്റെ ദോഷമാണോ? അതുമല്ല. കർമ്മദോഷമാണോ? ആത്മാക്കളുടെ ഇതൊന്നുമല്ല. മനസ്സാണ് എൻ്റെ. അപ്പോൾ മനസ്സാണ് ബന്ധനത്തിനും മോചനത്തിനും കാരണം എന്നുള്ളതും നമ്മൾ കണ്ട. അഷ്ടാവക്രഗീത അതിഗംഭീരമായിട്ട് ഇത് വിസ്തരിക്കുന്നതാണ്. അഷ്ടാവക്രഗീത പഠിക്കുമ്പോൾ നമുക്ക് പഠിക്കാം. പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കിപ്പോൾ ഇത് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത്, നമ്മൾ ചുറ്റുപാടിനൊരു പ്രശ്നമാകുകയോ ചുറ്റുപാടിൻ്റെ പ്രശ്നം നമ്മൾ ഏറ്റെടുക്കുകയോ, ഇത് രണ്ടും ഇതിങ്ങനെ ഏറ്റെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കുന്നവൻ, അവൻ എൻ്റെ ലിസ്റ്റിൽ പെടില്ല, എൻ്റെ ഭക്തനല്ല, എനിക്ക് പ്രിയപ്പെട്ടവനല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ചോദ്യകർത്താവ് ശങ്കരാചാര്യരെ, ശ്രീനാരായണ ഗുരുവിനെ, ചിന്മയാനന്ദ സ്വാമികളെ, നമ്മുടെ ഗുരുവായിട്ടുള്ള സന്യാസം സ്വീകരിച്ചിട്ടുള്ള കാശികാനന്ദഗിരി സ്വാമികളെ, ഇങ്ങനെയുള്ളവരെയൊക്കെ, ഇവരൊക്കെ ഹിന്ദു സമാജത്തെ ഉണർത്തിയവരാണ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വിമുഖത ഇതിലുണ്ടാവില്ലേ എന്നൊക്കെയാണ്. അങ്ങനെ ഉണ്ടാവുമോ? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഹിന്ദു സമാജം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സമാജം ഇല്ല. ഹിന്ദു എന്ന് പറഞ്ഞ ഒരാൾ തന്നെ ഇല്ല. ഉണ്ടോ? നിങ്ങൾ അന്വേഷിക്കൂ. ഹിന്ദു എന്ന് പറഞ്ഞ ഒരാളുണ്ടോ? ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഹിന്ദു എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? മൊത്തത്തിൽ എല്ലാവരെയും കൂടെ കണക്കാക്കി പറയുന്ന ഒരു പേരാണ് മലയാളി എന്നൊക്കെ പറയുന്നത് പോലെ, അത്രയേ ഉള്ളൂ. ഉള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ജാതികളാണ്. നായരുണ്ട്, ഈഴവനുണ്ട്, അങ്ങനെ ഓരോരുത്തരാണ് ഉള്ളത്. ഈ ചോദ്യം പല മഹാത്മാക്കളോട് ചോദിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അവർ തിരിച്ച് ചോദിച്ചിട്ടുള്ളതാണ് ശ്രീനാരായണ ഗുരുവിനോടും.
നിങ്ങൾ തന്നെ ഇവിടെ ചോദ്യകർത്താവ് ചോദിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ മറിച്ച് ചോദിച്ചിട്ടുണ്ട്, ഹിന്ദു അങ്ങനെ ഒരാളുണ്ടോ എന്ന്. ആരാ ഉള്ളത് സവർണനെന്നും അവർണനെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാറ്റഗറിയാണ്, ജാതികളാണ്. എന്തോ ആവട്ടെ, ഇവരെല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇപ്പം നമ്മൾ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പെടും. യാക്കോബയ അതും ഇതും ഒക്കെ കുറേ പേരുണ്ടല്ലോ, സുറിയാനി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. മുസ്ലിം, ഇസ്ലാം എന്ന് പറയുമ്പോഴും ഉണ്ട്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ജമാഅത്തുണ്ട്, സുന്നിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കുറേ ഉണ്ട്. എല്ലാം കൂടെ പറയുന്നതാണ്. എല്ലാറ്റിലും ആ പ്രശ്നമുണ്ട്, ഇതിൽ മാത്രമല്ല. ആരാണ് എന്ന് ചോദിച്ചാൽ അപ്പോൾ അത് ഏതാണ്? ഇപ്പോൾ ക്രിസ്ത്യൻസ് തന്നെ പെട്ടെന്ന് തന്നെ അവർ ഏത് പള്ളിയിലാണ് പോകണമെന്ന് ചോദിക്കുന്നത് അതിനാണ്. നിങ്ങളുടെ പള്ളി ഏതാണെന്ന് ചോദിക്കും. പേര് ജേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ആയതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അവർ ആരെയാണെന്ന് കൃത്യമായി അറിയാൻ വേണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത്. ഇതിൽ അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എങ്ങനെയെങ്കിലും ഇത് പറയാതെ പറയാൻ അന്വേഷിക്കാനുള്ള പണി ഇരിക്കട്ടെ. ഇപ്പം ശങ്കരാചാര്യർ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ? ശങ്കരാചാര്യർ ഹിന്ദുക്കളെ ഉണരൂ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ സംഘടിക്കൂ എന്നാണോ പറഞ്ഞത്? അല്ല. ശങ്കരാചാര്യർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മോക്ഷത്തിൻ്റെ മാർഗത്തെക്കുറിച്ചാണ്. നമ്മൾ ബന്ധനസ്ഥരാണ്. എന്തിലൊക്കെയാണ് നമ്മൾ ബന്ധനസ്ഥരായിരിക്കുന്നത്? പലതിലും. ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടുമൊക്കെ പല വിധത്തിൽ നമ്മൾ ബന്ധനസ്ഥരായിരിക്കുന്നു. ആ ബന്ധനത്തിൽ നിന്നൊക്കെയുള്ള മോചനത്തിന് വേണ്ടി ധർമ്മശാസ്ത്രങ്ങളെ നമുക്ക് പറഞ്ഞു തന്നു. ശങ്കരാചാര്യരെ സ്മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ ആചാര്യസ്വാമികൾ ഇന്ന് നിലനിൽക്കുന്നത്? എങ്ങനെയാണ്? ഭഗവത്പാദരുടെ കൃതികളിലൂടെയാണ്. ഭഗവത്ഗീതയ്ക്ക് ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി അതിന് ഭാഷ്യം ചമച്ചു, വ്യാഖ്യാനം ചെയ്തു. അതുപോലെ ബ്രഹ്മസൂത്രത്തിന്, വ്യാസരുടെ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം ചെയ്തു. ഉപനിഷത്തുകളിൽ പ്രധാനപ്പെട്ട ദശോപനിഷത്തുകൾ, ഒരു ഉപനിഷത്തിന് 2 ഭാഷ്യം, കേനത്തിന് പദഭാഷ്യവും ചമച്ചു. അങ്ങനെ ഈശം, കേനം, കടം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, ഐതരേയം, തൈത്തിരീയം, ബൃഹദാരണ്യകം, ചാന്തോക്യം, ശ്വേതാശ്വതരം, ഇങ്ങനെ 11 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം ചമച്ചു. പിന്നെയോ പ്രകരണ ഗ്രന്ഥങ്ങൾ രചിച്ചു. 4 മഠങ്ങൾ സ്ഥാപിച്ചു. എന്തിനാ മഠസ്ഥാപനത്തിൻ്റെ ഉദ്ദേശം? ഇതിനെ പ്രചരിപ്പിക്കല, വേറൊന്നുമല്ല. അപ്പം ശങ്കരാചാര്യർ ചെയ്തിട്ടുള്ളത് ഈ ധർമ്മത്തെ ജനഹൃദയങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്ന പ്രവർത്തന പദ്ധതിക്കാണ് ശങ്കരാചാര്യർ രൂപം കൊടുത്തത്. അവിടെ ശങ്കരാചാര്യർ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഭാഗത്തെ മാത്രം അഡ്രസ്സ് ചെയ്തതല്ല. ശങ്കരാചാര്യർ ഒരിക്കലും ഹിന്ദുവിൻ്റെ മോചനത്തിന് വേണ്ടിയിട്ടോ അങ്ങനെയല്ല. ആരൊക്കെ ബന്ധനസ്ഥരാണോ അവരുടെയൊക്കെ മോചനത്തിനാണ്. ജാതീയമായ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അക്കാലത്തുണ്ട്. അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത ആളാണ് കൃത്യമായിട്ട്. നമുക്കറിയാം, മനീഷാ പഞ്ചകം എന്നുള്ള കൃതി തന്നെ അതാണ്. അവിടെ നിന്ന് നമ്മൾ 1200 വർഷം മുമ്പുള്ള കാര്യമല്ലേ. വിവേകാനന്ദ സ്വാമികൾ, കുറേ ആളുകളുടെ പേര് നമ്മൾ രത്നം ചുരുക്കമായിട്ട് കൊണ്ട് കുറച്ച് പേരുടെ പേര് പറഞ്ഞു. നമുക്ക് പോലും കേൾക്കാത്ത പേരുകളൊക്കെ ഉണ്ട് ഇതിൽ. അറിയില്ല, നമ്മുടെ അറിവില്ലായ്മ. എല്ലാ പേരുകളും നമ്മൾ അറിഞ്ഞോളന്നില്ലല്ലോ. അപ്പോൾ ആചാര്യസ്വാമികൾ ചെയ്തിട്ടുള്ളത് കൃതികളെ, ഈ മഠങ്ങളൊക്കെ സ്ഥാപിച്ചു. മഠത്തിലൂടെ ധർമ്മപ്രചരണം, സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അതിലെ മൂല്യങ്ങൾ അനുവർത്തിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന മനസമാധാനം, ശാന്തി ഇത്യാദി കാര്യങ്ങൾ അത് സമൂഹത്തിനും കിട്ടും. അതാണ് പറഞ്ഞത്. ഇനി അവിടെ നിന്നൊക്കെ നമ്മൾ 1200 ഇങ്ങോട്ടേക്ക് പോന്നു കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളിൽ എത്തുന്ന സമയത്തും അത് തന്നെയാണ്.
നമ്മുടെ മാതൃസംഘടനയായിട്ടുള്ള പഠിച്ച് എവിടെയാണോ നമ്മൾ വേദാധ്യയനം ചെയ്തത്, ചിന്മയ മിഷൻ പിറകിലുള്ള സ്വാമിജി ചിന്മയാനന്ദ സ്വാമികൾ. സ്വാമിജി എന്താ ചെയ്തത്? ശിവാനന്ദ സ്വാമികളിൽ നിന്ന് സന്യാസം സ്വീകരിച്ച് തുടർന്ന് പഠിക്കുന്നത് തപോവനസ്വാമികളിൽ നിന്ന്, ഉത്തരകാശിയിലും ഗംഗോത്രിയിലുമായിട്ട്. പിന്നീട് സ്വാമിജി എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജ്ഞാനത്തെ പൊതുജനത്തിന് അറിയും വിധത്തിൽ പ്രചരിപ്പിച്ചു. 51 സ്വാമിജിയുടെ ആദ്യത്തെ പബ്ലിക്കായിട്ടുള്ള ജ്ഞാനയജ്ഞം, കേനോപനിഷത്തിനെ അധികരിച്ചിട്ടുള്ള ജ്ഞാനയജ്ഞം പൂനെയിൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ. പിന്നീട് സ്വാമിജി അതിൻ്റെ ആ ഒരു പരമ്പരയായിട്ട് വരികയാണ്. എന്താണോ വ്യാസർ ചെയ്തത് അതുപോലെ സാന്തിമനി സാധനാലയം എന്ന പേരിൽ ബ്രഹ്മവിദ്യാ ഗുരുകുലം നമ്മളെപ്പോലുള്ളവരൊക്കെ പഠിച്ച് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണവും താമസവും പഠനോപകരണങ്ങളും അവരതിൽ മാത്രം നോക്കിയാൽ മതി. പിന്നെയോ പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻ നമ്മളോട് ഈ ധർമ്മശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മുഴുവൻ എന്ന് പറയില്ല, എന്താ പറയുക, 3 വർഷത്തെ കോഴ്സാണല്ലോ പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ 3 വർഷത്തിൽ വെക്കേഷനും ഇല്ല, ഒരു സംഗതിയില്ല. രാവിലെ 4 മണിക്ക് തുടങ്ങും, രാത്രി 10 മണി വരെ. ഈ 4 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4-നും 3-നും ഒക്കെ എഴുന്നേൽക്കണം. ഈ പറഞ്ഞു തന്നത് മുഴുവൻ നോട്ട് എഴുതുക മനസ്സിലാക്കലും ഒരു കഠിന പ്രയത്നമാണ്. ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. കാരണം ആ തലവേദന നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പത്രവായന, ഒന്നുമില്ല. പുറത്തുള്ളവരോട് സംസാരിക്കാറ് പോലുമില്ല. പുറത്തുള്ളവർ വരും ആശ്രമത്തിൽ. അപ്പോൾ ഈ പുറത്തുള്ള ന്യൂസുകളൊക്കെ അറിയുമേ ഇതിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ആ സമയത്ത് സ്വാമിജി ഞങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, വീട്ടിലേക്ക് പോവാം, അതല്ല ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ഒരു മിഷണറി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീരണോ, അങ്ങനെ ചെയ്യാം. നമുക്ക് തോന്നി ഇത് പങ്കുവെക്കണം ആളുകളുമായിട്ട്. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെയാണ് അതിൻ്റെ രീതിയിലുള്ള ദീക്ഷ സ്വീകരിക്കുന്നതും ഒക്കെ പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രവർത്തനം എന്താ? പഠിച്ചത് ആളുകളുമായിട്ട് ചർച്ച ചെയ്യുക, സത്സംഗം എന്ന് പറയും. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, 1 വർഷക്കാലം ഈ ജ്ഞാനയജ്ഞങ്ങൾ എന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ടുള്ള അതിലേക്കൊന്നും പോകരുത്. 1 വർഷം സ്റ്റഡി ക്ലാസ്സുകൾ ചെറിയ ഗ്രൂപ്പിൽ നമ്മളുടെ ഇതൊക്കെ ചെയ്യാം. അങ്ങനെ 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു തോന്നലുണ്ടാവും, ഭഗവത്ഗീത ജ്ഞാനയജ്ഞം പബ്ലിക്കായിട്ട് നടത്താൻ. അപ്പോൾ അതിന് ചെയ്യാം. അത് സ്വാമിജി എന്താണോ പറഞ്ഞത് അതനുസരിച്ച് അതായിരുന്നു ചെയ്തത്. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ ആദ്യമായിട്ട് 108 ദിവസം ഭഗവത്ഗീത. നമുക്കറിയാം, ആളുകൾക്ക് ഇത് പഠിക്കാൻ അറിയണമെന്നുണ്ട്. ഒരു സ്ഥലത്ത്, 2 സ്ഥലത്ത്, 4 സ്ഥലത്ത് നടത്തിയത്. തിരുവനന്തപുരത്ത്, എറണാകുളത്ത്, ദുബായിൽ, അബുദാബിയിൽ. ഇതാ ഇപ്പോൾ ഓൺലൈനിൽ നമ്മൾ തുടങ്ങി. ഇപ്പം എത്രയായി? 140 ദിവസത്തിൽ കൂടിയില്ലേ. കണ്ടിന്യൂസ് ആയിട്ടുള്ള പരിപാടിയല്ലേ. പുതിയ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു. നിങ്ങൾ എന്താണ് ഇതിലൂടെ അറിയുന്നത്? ഭഗവത്ഗീതയാണ്. അപ്പോൾ ആ കാലത്ത് ചിന്മയാൻ സ്വാമികൾ ചെയ്തത് സ്വാമിജി ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ സംവിധാനമില്ല. പക്ഷെ അതിലും വളരെ ശക്തമായിട്ട് ലോകം മുഴുവൻ ജ്ഞാനയജ്ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ്റെ മുന്നിൽ ഒരുപാട് ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇതെല്ലാവർക്കും പഠിക്കാനുള്ള അധികാരമില്ലായിരുന്നു. അവരൊക്കെ പോരാടിയത് എന്തിനായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെറുതെ നിങ്ങൾ ഈ ഹിന്ദു സമാജം എന്ന് ഏതെങ്കിലും പൊട്ടന്മാർ പറയുന്നത് കേട്ടിട്ട് തലയും വാലില്ലാതെ കൊടി പിടിക്കാൻ പോകരുത്.
ഹിന്ദു സമാജത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. ഈ ചോദ്യകർത്താവിനോടാണ് പറയുന്നത്, പറയാം. ഹിന്ദു സമാജിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ടീഷർട്ട് ഇട്ട് കൊടി പിടിച്ച് നടന്നുകൊണ്ട് ഹിന്ദു സമാജത്തിൻ്റെ രക്ഷയാവുമോ? ഞാൻ ഹിന്ദു സമാജത്തെ രക്ഷിക്കാൻ ദൃഢപ്രതിജ്ഞ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പം ശ്രീനാരായണ ഗുരുദേവൻ ഇതിന് സർവരും അധികാരികളാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നത്. അവരുടെ ഒരു ഔദാര്യം കൂടിയാണ്. കാരണം അങ്ങനെയുള്ള ഒരു ട്രഡീഷണലായിട്ടുള്ള രീതിയിൽ എല്ലാവരാൽ അങ്ങനെയല്ല. ഗുരുദേവൻ നടത്തിയിട്ടുള്ള, അരുവിപ്പുറം നടത്തിയിട്ടുള്ള പ്രതിഷ്ഠ, ഇന്നിപ്പോൾ ആർക്കും ഏത് പ്രതിഷ്ഠയും നടത്താം, എന്തും ഏത് സന്യാസവും ഏതും സ്വീകരിക്കാം, ഒന്നും ആരും ചോദിക്കാനില്ല. ആ കാലം അതല്ലല്ലോ. അപ്പം നിങ്ങൾ ആരാണിത് പ്രതിഷ്ഠ നടത്താൻ, ഇതിൻ്റെ മുഹൂർത്തം നോക്കിയോ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നമുക്കെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതല്ലേ ഗുരുദേവൻ്റെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഗുരുദേവൻ പറയുന്ന ഉത്തരം, അന്ന് ഗുരുദേവൻ അരുവിപ്പുറത്ത് ചുവരിലെഴുതിയതെന്താ? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അപ്പോൾ അവിടെ ഗുരുദേവൻ്റെ കാലത്തുള്ള ശക്തമായത് എന്താണ്? ജാതിഭേദമുണ്ട്, മതദ്വേഷമുണ്ട്, സാഹോദര്യമില്ലായ്മയുണ്ട്. അതിനായിരുന്നു അവരുടെ പൊരുതൽ. അല്ലാതെ നിങ്ങളെ ആരെങ്കിലും ഹിന്ദു സമാജത്തിൻ്റെ ഉണർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രീനാരായണ ഗുരുദേവൻ പൊരുതിയത് അതിനാണ്. ജാതിഭേദത്തിനെതിരായി, മതദ്വേഷത്തിനെതിരായി. ശ്രീനാരായണ ഗുരുദേവൻ്റെ കൂടെ നിന്നവരൊക്കെ തന്നെ. അങ്ങനെ ഗുരുദേവനും ചെയ്തതെന്താണ്? ഗുരുദേവനെ നമ്മൾ അനുസ്മരിക്കുന്നത് എങ്ങനെയാണ്? കൃതികളിലൂടെ. ഗുരുദേവ കൃതികൾ പഠിക്കുമ്പോഴാണല്ലോ നമ്മളും ഗുരുദേവനെ അറിയുന്നത്, സനാതന ധർമ്മം അറിയുന്നത്. നമ്മുടെ ചിന്മയാനന്ദ സ്വാമികളുടെ കാര്യം എടുത്താലും പൂജ്യ കാശികാനന്ദഗിരി സ്വാമികൾ എത്ര ഗ്രന്ഥങ്ങളാണ് സ്വാമിജിയുടേതായിട്ട് തന്നെ ഉള്ളത്. ഒരുമാതിരി എല്ലാ ഗ്രന്ഥങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. സന്യാസ വിധി, സന്യാസ സമ്പ്രദായം, സ്വാമിജിയുടേതായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ലഘു ശങ്കര ദിഗ്വിജയമുണ്ട്. ശങ്കര ദിഗ്വിജയം വിദ്യാരണ്യ സ്വാമികൾ രചിച്ചതിൻ്റെ മറ്റൊന്ന് ശുദ്ധ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള ആൾ ചെയ്തതത്രയും എന്താണ്? ഇതാണ് ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം. ഗ്രന്ഥങ്ങളെ ജനങ്ങൾക്ക്, ജനമനസ്സുകളിൽ പ്രതിഷ്ഠ നേടുക എന്നുള്ളത്. നമുക്കുള്ള ഏറ്റവും വലിയൊരു ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാമിജിയെ പരിചയപ്പെടുന്ന, സ്വാമിജിയുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ സ്വാമിജിയെ അടുത്ത് പരിചയപ്പെടുന്നതും ശിഷ്യനാവുന്നതും, അപ്പോൾ സ്വാമിജിയിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ച് മലയാളി അല്ലാത്ത ആളാണ് ഇവിടെ പറഞ്ഞത്. അവരുടെ വീട്ടിൽ അവർ വിവാഹം കഴിച്ചിട്ടുള്ള മഹാരാഷ്ട്രൻ മലയാളി വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ബോംബെയിൽ ഒരുപാടുണ്ട്. അപ്പോൾ അവരവിടെ വീട്ടിൽ രാത്രി 9:30 ദൂരദർശനിൽ നടക്കുന്ന പ്രോഗ്രാം കാണും. അപ്പോൾ ഇവരാണെങ്കിലോ, ഇവരും ഒരു സ്പിരിച്വലായിട്ടുള്ള കാശികാനന്ദഗിരി സ്വാമികളുടെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥ ശിഷ്യന്മാർ, അത് ഫോളോ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഇങ്ങനെ സ്വാമിജിയോട് പറഞ്ഞു, ഇങ്ങനെ ഉണ്ട് മലയാളത്തിൽ, അങ്ങനെ സ്വാമിജി ആരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ കണ്ടു നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞു.
അപ്പോൾ സ്വാമിജിയുടെ ഒരു ചോദ്യങ്ങളൊക്കെ അപാരമായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ധർമ്മശാസ്ത്രത്തിലെ അത്തരം കാര്യങ്ങൾ നമുക്ക് സംശയങ്ങൾ ചോദിക്കാം, അപ്പം അത് നന്നായിട്ട് പറഞ്ഞു തരും, അതിൻ്റെ പല വഴികൾ പറഞ്ഞു തരും. നമ്മുടെ ചിന്ത നമ്മുടേതായിട്ടുള്ളൊരു ധർമ്മശാസ്ത്രത്തിനനുസൃതമായ ഒരു ചിന്തയെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ടിങ് എവിഡൻസോടുകൂടി ഇത് ഇവിടെ പറയാമോ, ഇത് സ്വാമിജി കൃത്യമായിട്ട് അതിന് കുറച്ചും കൂടെ കൂടുതൽ പറഞ്ഞു തരും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ രണ്ടുപേരാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് കാശികാനന്ദഗിരി സ്വാമികൾ, മറ്റൊന്ന് നമ്മുടെ തന്നെ ചിന്മയ മിഷനിലുള്ള ഗംഭീരാൻ സ്വാമികൾ, തൃശ്ശൂരുള്ളത്. അപാര പാണ്ഡിത്യമുള്ള, പറഞ്ഞ പോലെ വലിയ പ്രഭാഷണങ്ങളും ആ പരിപാടികളൊന്നും നടത്തിയിട്ട് അങ്ങനെ ഉള്ള പ്രസിദ്ധിയൊന്നും ചിന്മയ മിഷൻ സർക്കിളിൽ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ആചാര്യന്മാരെ സംബന്ധിച്ച് ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപീഡിയയാണ്. എല്ലാവരും പറയും, അത് എവിടുന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായി പറയുക. ആ സന്ദർഭം എല്ലാം അപാര ഓർമ്മശക്തി എല്ലാം, എല്ലാ കാര്യങ്ങളും അറിയാം. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പേരിട്ടത് സ്വാമിജിയാണ്, ഒരു നിമിത്തമാണ്. ചിന്മയ മിഷനിലെ സന്ദീപ് ചൈതന്യ എന്നുള്ള പേര് സ്വാമിജിയാണ് തേജോമയൻ സ്വാമികളോട് നിർദ്ദേശിക്കുന്നത്. സന്ദീപാനന്ദഗിരി എന്നുള്ളത് പിന്നീട് കാശികാനന്ദഗിരി സ്വാമിജി തീരുമാനിക്കുന്നു അത് പൂർണ്ണമായി മാറേണ്ടതില്ല എന്ന്. അപ്പോൾ പറഞ്ഞു വന്നത്, ഹിന്ദു സമാജത്തിൻ്റെ ഉദ്ധാരണം എന്ന് പറയുന്നത്, ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കുറേ അമ്പലത്തിൽ പോകുന്ന കുറേ ആളുകളോ അല്ലെങ്കിൽ അതിൽ സംഘടിച്ച് ഒരു പരിപാടി നടത്തുമ്പോൾ കുറേ ആളുകൾ കൂടുകയും അതല്ല. അതാണോ അവരൊക്കെ ചെയ്തത്? അല്ല. നമുക്ക് സനാതന ധർമ്മത്തോട്, ഹിന്ദു സമാജത്തോട്, ഹിന്ദു സമാജം എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു അറുവഷളം പ്രയോഗമാണ് ഒരു കണക്കിന്. സമാജത്തോട് എന്ന് പറയാം, ഈ സമൂഹത്തോട് നമുക്ക് ചെയ്യാവുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഈ ധർമ്മശാസ്ത്രങ്ങളെ സ്വയം പഠിക്കുക, അറിയുക. ഇവരൊക്കെ ചെയ്തത് അതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര നമ്മൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ വലിയ ഈ പറഞ്ഞ പോലെ കൊടി പിടിച്ച് ജയ് വിളിക്കുന്ന ആളുകളെ സൃഷ്ടിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ആയിരങ്ങൾ കേരളത്തിലുണ്ട് നമ്മുടെ ഗീത കേട്ടിട്ടുള്ള, അതിലൂടെ ഗീതയെ നന്നായി അറിഞ്ഞിട്ടുള്ള, സ്വജീവിതത്തിൽ അതിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള എത്രയോ ആളുകൾ. അപ്പം നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ബാനർ വെച്ച് കുറേ ആളുകളെ കൂട്ടി മറ്റു കുറേ മതങ്ങളെ കുറേ തെറി പറഞ്ഞു, സർക്കാരിനെ കുറേ തെറി പറഞ്ഞു, അതെങ്ങനെയാണ് ഹിന്ദുധർമ്മ സംരക്ഷണമാവുന്നത്? ഹിന്ദുധർമ്മ ഉദ്ധാരണം സംരക്ഷണമൊക്കെയാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പറയുന്നവരെങ്കിലും ഇതൊന്ന് പഠിക്കൂ. ചിലരൊക്കെ ഉണ്ടായി ഇത് ഉദ്ധരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നും. 4 ശ്ലോകം കൃത്യമായി ഉദ്ധരിച്ച് വ്യാഖ്യാനിച്ച് ജനമനസ്സിലേക്ക് അതിലൊരു താല്പര്യം ജനിപ്പിക്കുന്നതിന് പകരം അപരമത വിദ്വേഷം നടത്തി കുറേ ആളുകളിൽ ഈ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ വിത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതാണോ സ്പിരിച്വാലിറ്റി? ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താ? ഇത് കേട്ടാൽ ഭഗവാനൊരു എൻ്റെ ഭക്തൻ എന്ന് പറയുമ്പോൾ എന്താ? അദ്വേഷ്ട സർവഭൂതാന. ഇതല്ലേ സമാജ ഉദ്ധരണം. അല്ലാതെ നിങ്ങളേതെങ്കിലും കൊടിയും പിടിച്ച് കുറേ അണിനിരന്ന് ജയ് വിളിച്ചതാണോ? അതാണോ? അല്ലെങ്കിൽ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ ഒരു സന്യാസി വേണോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ എന്താ പറയുക വോട്ടിംഗ് പവർ, അതൊന്നും ആർക്കും പണയപ്പെടുത്തേണ്ടതില്ല. അത് നിങ്ങളുടെ MLA ആയിട്ട്, കൗൺസിലറായിട്ട്, പാർലമെൻറ്റ് മെമ്പർ, എന്താ പറയുക MP ആയിട്ടൊക്കെ ആരാ വേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാം, അത്രയേ ഉള്ളൂ. അത് വേറെ ഇത് വേറെ.
ഇയാൾ ഇന്ന രാഷ്ട്രീയ നിലപാടുള്ള ആളായതുകൊണ്ട് ഇയാളെ, അതൊക്കെ തന്നെ ഒരു എന്താ പറയുക, അങ്ങേയറ്റത്തെ വില കുറഞ്ഞ ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇത് ലോകം നമുക്ക് പ്രശ്നമല്ല, ലോകത്തിന് പ്രശ്നം നമുക്കുമല്ല. ശ്രീനാരായണ ഗുരുദേവൻ ഇതൊക്കെ ഉണ്ടാവുമ്പോഴും ശ്രീനാരായണ ഗുരുദേവൻ അത് തലയിലേറ്റിയിട്ടില്ല. കാരണം ശ്രീനാരായണ ഗുരുദേവൻ എന്താ ചെയ്തത്? ജനങ്ങളെ ഉദ്ധരിച്ചു. എങ്ങനെ? അവരെ അറിവുള്ളവരാക്കി. ആ അറിവിൻ്റെ നിറവിൽ അവർ തിരിച്ചറിഞ്ഞു. അതാ ഗുരുദേവൻ ചെയ്തത് മുഴുവൻ. അതാ ഇങ്ങനെ പ്രവർത്തിക്കുന്നവരും ചിന്തിക്കുന്നവരോടുമൊക്കെ അനുകമ്പ ഉണ്ടാവണമെന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. കാരണം മനസ്സിന് വൈകല്യം വന്നവരാണ് എന്നാ ഗുരുദേവൻ്റെ നിലപാട്. അംഗവൈകല്യമുള്ളവരോട് നിങ്ങൾക്ക് അംഗങ്ങളെല്ലാം പൂർണ്ണ അംഗ ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ അംഗവൈകല്യമുള്ള ഒരാളോട് നിങ്ങൾക്ക് ഈർഷ്യോ വെറുപ്പോ എന്തെങ്കിലും തോന്നുമോ? മറിച്ച് എന്താ തോന്നുന്നത്? സഹാനുഭൂതിയാണെന്ന് മറ്റുള്ളവർ പറഞ്ഞു. അതെ, അതാണ് ഇവരോടും വേണ്ടത് എന്നാണ്. മനുഷ്യൻ്റെ മുഖ്യമായ അംഗം മനസ്സാണ്. ആ മനസ്സിന് വൈകല്യം വന്നവരാണ് മാറുക, അങ്ങോട്ട് നിൽക്കുക, ഇങ്ങോട്ട് നിൽക്കുക, ഞങ്ങൾ കേമൻ, നീ ഒന്നിനും കൊള്ളാത്തവനെന്നൊക്കെ പറയുന്നത് മനസ്സിന് പോളിയോ വന്നവനാ. അവനോട് ബാഹ്യ അംഗങ്ങൾക്ക് വൈകല്യം വന്നവരോട് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുന്നത് പോലെ ഇവർക്കും കൊടുക്കണം കൺസിഡറേഷൻ. ഇതാണ് ഗുരുദേവൻ നമ്മളെ അതായത് ഒരു വരയെ ചെറുതാക്കാൻ അതിനെ തുടരേണ്ടതില്ല, അതിനെ മായ്ക്കൊന്നും വേണ്ട, ഇപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി. ശ്രീനാരായണ ഗുരുദേവൻ സമാജത്തിൽ ചെയ്തത് അതാണ്. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഗുരുദേവൻ്റെ എല്ലാ ചെയ്തികളിലും സ്പിരിച്വാലിറ്റിയിൽ അതുണ്ട്. അപ്പം നമ്മൾ മറ്റൊരാളെ ചൂണ്ടിയിട്ട് പലരും നമ്മൾ കേട്ടിട്ടുണ്ട്. അവർ സൺഡേ ക്ലാസ്സിന് പോകുന്നു, അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ട്, നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പഠിക്കും, അന്വേഷിക്കും. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്? ഇപ്പം സൗകര്യങ്ങൾ കൂടുതലല്ലേ? വെറുതെ ഇങ്ങനെ അവർക്ക് സൺഡേ ക്ലാസ് ഉണ്ടെങ്കിൽ നല്ലത്, മറ്റൊരു വെള്ളിയാഴ്ച അവിടെ പോകും, നല്ലത്. നിങ്ങൾ തുടങ്ങും. പറയുന്ന നിങ്ങളുടെ വീട്ടിൽ 2 കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നേ. 4 കുട്ടികളെ വിളിച്ചിട്ട് നിങ്ങളുടെ വീട് ഒരു സൺഡേ സ്കൂൾ ആവട്ടെ. എന്തിനാ അവരെ മതവിദ്വേഷവും അവരെ ചൂണ്ടിയിട്ട് ഇതുണ്ടാക്കണം? അതല്ല ഹിന്ദു സമാജത്തിൻ്റെ ഉദ്ധാരണം. ഹിന്ദു സമാജത്തിൻ്റെ ഉദ്ധാരണം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യരും നിങ്ങളിപ്പോൾ പറഞ്ഞ ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ള സൂചിപ്പിച്ചിട്ടുള്ള ഈ മഹാത്മാക്കളൊക്കെ ചെയ്തിട്ടുള്ളത് എന്താ? ഈ ധർമ്മശാസ്ത്രത്തെ ജനങ്ങളുമായി അവർ സംവദിച്ചു. നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. കേരളത്തിൽ ആരും ചെയ്യാത്ത വിധത്തിൽ അത് ചെയ്ത ഒരാളെന്ന നിലയിൽ നമുക്ക് അഭിമാനമുണ്ട്. ആർക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനിയിട്ട് ചെയ്യാനും പറ്റില്ല, അതൊക്കെ കഴിഞ്ഞു. അപ്പം അതിൽ നമ്മൾ ആ നിലയിൽ സന്തോഷവാനാണ്. ഇപ്പോഴും നിങ്ങളുമായിട്ടിതാ ഈ ധർമ്മ ചർച്ച തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവേകാനന്ദ സ്വാമികളോട് പണ്ടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതേപോലെയാണ് നിങ്ങളുടെ ഈ ചോദ്യകർത്താവിൻ്റെ ചോദ്യം കണ്ടപ്പോൾ നമുക്കതാണ് തോന്നിയത്. മൂപ്പര് പോസ്റ്റായിട്ട് അയച്ചു തന്നതാണ്. ഇവിടെ അടുത്തെവിടെയുള്ള ആളാണ്, അതവിടെ എത്ര വേഗം കിട്ടിയത്. എന്താ സ്വാമി നാടിനെ നന്നാക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ആയാൽ പോരാ സമൂഹം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. സമാജത്തെ ഒന്ന് മൊത്തത്തിലൊന്ന് നേരെയാക്കാം. അങ്ങനെ ഇറങ്ങി തിരിച്ച കുറേ ആൾക്കാർ വണ്ടേക്ക് വണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ സ്വാമിജി അവന് കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? അത് തന്നെയാണ് നമുക്ക് ഇദ്ദേഹത്തിനോട് പറയാനുള്ളത്. ആദ്യം നീ നന്നാവൂ.
എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സമാജത്തെ നേരെയാക്കാം. അങ്ങനെയാകുമ്പോൾ ഒരാളുടെ എണ്ണം കുറഞ്ഞല്ലോ. സ്വാമിജി പറയുന്നത് കുറച്ചുകൂടെ കഠിനമായ വാക്കാണ്, അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ സ്വാമിജി പറഞ്ഞത് ഒരു വിഡ്ഢിയുടെ എണ്ണം കുറഞ്ഞല്ലോ എന്നാണ്. തീർച്ചയായിട്ടും ഞാൻ ഗീത പഠിക്കും, എൻ്റെ വീട്ടിൽ ഞാൻ പഠിക്കും, മറ്റുള്ളവരെ എനിക്ക് സ്വാധീനിക്കാൻ സാധിക്കുന്നവരുമായിട്ട് ഞാൻ എന്തു ചെയ്യും, ഇത് പങ്കുവയ്ക്കും. അപ്പോൾ നമ്മളെ കാണാൻ വിഷുവിൻ്റെ തലേന്ന് 2 ദിവസം മുമ്പ് ദമ്പതിമാർ വന്നിരുന്നു. വളരെ കാലമായിട്ട് നമ്മളെ കേൾക്കുന്നവരാ. ആശ്രമത്തിൽ വന്നു. അപ്പോൾ അവർ റിട്ടയർ ആവുക. അപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർക്ക് കൊടുക്കാൻ 7 ഭഗവത്ഗീത വേണം. അങ്ങനെ 7 ഭഗവത്ഗീത വാങ്ങി അവർ കൊണ്ടുപോയി. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ അവർ കേൾക്കും. ഹസ്ബൻഡും വൈഫും വന്നിട്ട് അവർക്ക് കയ്യൊപ്പിട്ട് അവർക്ക് കൊടുക്കാനാണ്. നമ്മളത് കൈമാറ്റം ചെയ്യുകയാണ്. നിങ്ങൾ സമാജത്തിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു കണ്ണിയാണ് അങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സ്വാമി പണ്ടേ ഇത് പറയാറുണ്ടല്ലോ, കാസറോൾ കൊടുക്കുന്നതിന് പകരം ഇതൊക്കെ കൊടുക്കണമെന്ന്. ഞാൻ അന്നും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അത് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരു നല്ലൊരു ഈ ആധ്യാത്മിക ഗ്രന്ഥം മാത്രമല്ല, ആധ്യാത്മികത എന്ന് പറയുന്നത് എന്താ, വാല്യൂസാണ്. അത് നല്ലൊരു പുസ്തകം, ആ പുസ്തകം വായിച്ച് കഴിയുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിങ് ആണ്. എങ്കിലത് സ്പിരിച്വലാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സംസ്കൃത ശ്ലോകങ്ങൾ കാണാതെ പഠിക്കുക എന്നുള്ളതാണോ? അല്ല. ചിലർക്കൊക്കെ അങ്ങനെയാണ്. ഒക്കെ സംസ്കൃത ശ്ലോകങ്ങൾ എഴുതി അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വേണം, അതൊന്നും അല്ലല്ലോ. അപ്പം നല്ലൊരു പുസ്തകം അത് നിങ്ങൾ സമ്മാനിക്കുമ്പോൾ അതവർ വായിക്കുന്നു. അതേസമയം നിങ്ങളതിൽ മനോഹരമായിട്ട് 4 വരി നിങ്ങളുടേതായിട്ട് എഴുതുന്നു. എന്നിട്ട് പ്രേമപൂർവ്വം നിങ്ങളുടെ കയ്യൊപ്പിട്ടിട്ട് അവർക്ക് സമ്മാനിക്കുമ്പോൾ അത് അവർ വേറെ ആർക്കും കൊടുക്കുകയില്ല. ചിലപ്പോൾ അപ്പം വായിച്ചോളണമെന്നില്ല, പക്ഷെ അത് വായിച്ചു കഴിയുമ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു ഫീലാണ്. അപ്പോൾ നിങ്ങളെ കൂടുതൽ നിങ്ങളോടൊരു റെസ്പെക്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്, നിങ്ങൾ ആ വാല്യൂ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഇനി അയാളത് മറ്റൊരാളോട് പറയും, ഇത് കിടിലൻ ബുക്കാണ് കേട്ടോ, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ടല്ലോ, ഭയങ്കര കാരണം എന്താണെന്ന് അറിയാം, അത് സ്വാധീനിക്കുകയാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് വാക്കിലുണ്ടാവും, പ്രവൃത്തിയിലുണ്ടാവും, പെരുമാറ്റത്തിലുണ്ടാവും. അതാണ് സമാജത്തിന് വേണ്ടി നമുക്ക് ചെയ്യാനുള്ളത്. അവിടെ പിന്നെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസൽമാൻ എന്നോ ഒന്നുമില്ല. സനാതനധർമ്മം അങ്ങനെയാണ്. നിങ്ങൾ ഈ ഗീത ഇതുവരെ കേട്ടതിൽ ഏതെങ്കിലും അങ്ങനെ ഒരു ഡിവിഷൻ ആക്കിയിട്ടുണ്ടോ? യഹ സഹ തൗ തേ എന്നല്ലേ ഉള്ളൂ. അവർ, ഇവൻ, അവൻ, നീ, ഇത്രയേ ഉള്ളൂ. ഒരാളോട് പറയുന്നു, ബഹുവചനമായിട്ട് പറയും. ഞാൻ, നീ, അവർ, ഇങ്ങനെയാ പ്രയോഗം. അഹം, ത്വം, തേ, യഹ സഹ, യാതൊരുവൻ, അവൻ. ഇന്നാളെന്ന് പറയുന്നുണ്ടോ? ആരോ ആവട്ടെ, എത്ര പേര്. നമുക്ക് ഈ വിഷുവിനൊക്കെ ഗുരുദക്ഷിണ അയച്ച് എന്ന കൂട്ടത്തിൽ അവരെഴുതിയ ഭയങ്കര എഴുത്തുകളുണ്ട്. പല മതങ്ങളിൽപ്പെട്ടിട്ടുള്ള ആളുകളാണ്. എങ്ങനെയാണ് അവരിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്, അതിൻ്റെ നമുക്ക് ഭയങ്കര എന്താ പറയുക, തൃപ്തി വന്നു. അങ്ങേയറ്റത്തെ തൃപ്തി. അത് ഈ ധർമ്മശാസ്ത്രത്തോട് കാണിക്കുന്നതാണ്. അതൊക്കെ കിട്ടുന്നത് അതിനുള്ളതാണ്. ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ധർമ്മശാസ്ത്രത്തിനുള്ളതാണ്.
അല്ല സന്ദീപാനന്ദഗിരി എന്നുള്ള വ്യക്തിക്കുള്ളതല്ല. ഇത് തന്നെയല്ലേ നമുക്ക് ഓരോരുത്തരുടെ കാൽ കീഴിൽ ഇരുന്ന് പഠിക്കുമ്പോഴും ഒക്കെ കിട്ടുന്നത് ഇത് തന്നെയാണ്. അവരൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ്. അപ്പോൾ ചോദ്യകർത്താവിനോട് നമുക്ക് പറയാനുള്ളത് ഇതാണ്. ഹിന്ദു സമാജത്തിൻ്റെ നിങ്ങളങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ താല്പര്യമില്ല. സമാജം എന്നേ ഉള്ളൂ, അതിലെല്ലാം എല്ലാവരും പെടും. കാരണം പൂർവികർ ഉപയോഗിച്ച വാക്കതാണ്. ഇവിടെ പറഞ്ഞ ലോകം എന്നതാണ്, അതിലെല്ലാവരും ഉണ്ട്, ആരോ ആവട്ടെ. ശങ്കരാചാര്യരുടെ ജീവൻ മുക്താനന്ദ ലഹരിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു, പുരേ പൗരാൻ പശ്യൻ. എന്താ ഉപയോഗിച്ച്? പൗരാൻ പശ്യൻ. ആരൊക്കെ ഉണ്ട് അവിടെ? അതേ അവിടെ വിഭജനം നടത്തിയിട്ടുള്ളത്. പുരേ പൗരാൻ പശ്യൻ നരയുവതി നാമാകൃതിമയാൻ. അത്രയേ ഉള്ളൂ. നരൻ, യുവതി, പല ആകൃതി, പല സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ. സ്വർണ്ണാഭരണം ധരിച്ചവർ, നന്നായി വസ്ത്രം ധരിച്ചവർ, വസ്ത്രത്തിലെ വൈവിധ്യധാരണങ്ങൾ. എന്താണ്? ചിത്രസദൃശാൻ പശ്യൻ, ഒരു ചിത്രം പോലെ കാണുന്നു. ന വ്യാമോഹം ഭജതി, വ്യാമോഹമില്ല, തെറ്റിദ്ധാരണ ഇല്ല. എന്തുകൊണ്ട്? ഗുരുദീക്ഷ ക്ഷതതമ, ഗുരുവിൻ്റെ ദീക്ഷ കിട്ടിയതുകൊണ്ട്. എന്താ ദീക്ഷയുടെ മഹത്വം? ഇതാണ്, വിഭജനങ്ങൾ അസ്തമിക്കലാണ്. അല്ലാതെ വിഭജിക്കാനുള്ള ദീക്ഷയല്ല, ആളുകളെ ഭിന്നിപ്പിക്കാൻ, ഏഷണി ഉണ്ടാക്കാൻ, അതിനല്ല ദീക്ഷ. ചിലർക്ക് ദീക്ഷ എടുക്കുന്നതേ അതിനാണ്. അല്ല, അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള പേരാണ്. ഈ പല പേരുകളും ഉണ്ടല്ലോ, മനോഹരമായിട്ടുള്ള പേരുകളും പദവികളും. അതൊക്കെ നമുക്കറിയാം പലതും. നമ്മൾ പറയില്ല ഒരു കാലത്ത് പത്മപ്രഭ, പത്മശ്രീ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ പുതിയ ഇതൊക്കെ കിട്ടുന്നവരെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നു. നമ്മളതിലേക്ക് കൂടുതലൊന്നും പറയുന്നില്ല. കാരണം അത് വളരെ അറിഞ്ഞ് അതിന് യോഗ്യരായിട്ടുള്ള ആളുകളൊക്കെ അത് മേടിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് രാഷ്ട്രം നൽകുന്നു. ഇത് കാശ് കൊടുത്ത ആളുകൾ മേടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അറിഞ്ഞു കഴിഞ്ഞാൽ, അറിയുമ്പോൾ പ്രാഞ്ചേട്ടൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അത് വന്നതിന് ശേഷമാണ് ആളുകൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അറിയും. അപ്പോൾ പിന്നെ ആളുകൾക്കൊരു വല്ലാത്തൊരു ഇതാണ്, ഓഹോ അപ്പോൾ ഇതിങ്ങനെയാണല്ലേ. സമാജത്തെ ഉദ്ധരിക്കുന്നതിനുള്ള ഏക വഴി എന്താ? ഒരു വിഡ്ഢിയുടെ എണ്ണം കുറയ്ക്കുക, ഞാൻ ഇത് പഠിക്കുക. പിന്നെയോ ഇതിനനുസരിച്ച് നമ്മുടെ വീട്ടിലെങ്കിലും ജീവിക്കുക. വീട്ടുകാർക്ക് തരക്കേടില്ല എന്നെങ്കിലും പറയാൻ. അതുകൊണ്ട് സുഹൃത്തെ, നമ്മുടെ ഉത്തരം വ്യക്തമാക്കുന്നു. സനാതനധർമ്മ സംരക്ഷണം, ഹിന്ദു സംരക്ഷണം എന്ന് പറയുന്നത് ഇതാണ്. ധർമ്മശാസ്ത്രങ്ങളെ നന്നായി പഠിക്കുക. ഇത് തന്നെ എല്ലാ മതക്കാരും ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ലേ? മതങ്ങളൊക്കെ സത്യമാണെന്ന് വിവേകാനന്ദ സ്വാമികൾ പറയുന്ന അവിടെയാണ്. ക്രിസ്ത്യാനിയാണെന്ന് വെറുതെ പള്ളിയിൽ പോകണു അത് ഇതൊന്നുമല്ല. അത് നന്നായി പഠിക്കുക, ബൈബിള് നന്നായി മനസ്സിലാക്കുക. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള ഒറ്റ വചനം മാത്രം മതി. വിശുദ്ധ ഖുർആനും അത്, അതിലെ പവിത്രങ്ങളായിട്ടുള്ള ആയത്തുകൾ പഠിക്കുക. ഒന്നിനെയും നിന്ദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതാണ് ശരി മറ്റത് ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവന്മാരൊക്കെ പൊട്ടന്മാരാണ്, മണ്ടന്മാരുമാണ്.
അതിനൊന്നും ശ്രമിക്കണ്ട. ഈ വിഷയത്തിൽ നമുക്കിതാണ് പറയാൻ. യസ്മാന്നോ ദ്വിജതേ ലോക ലോകാന്നോ ദ്വിജതേ ജയ ഹർഷാമർഷ ഭയോദ്വേഗൈ മുക്തോ യസ ച മേ പ്രിയ. അവനാണ് എനിക്ക് പ്രിയപ്പെട്ടവൻ, മറ്റവനൊന്നും എനിക്ക് പ്രിയപ്പെട്ടവനല്ല. എൻ്റെ പേരും പറഞ്ഞ് നാട്ടിൽ കോലാഹലം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരെങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവരാവും? അതുകൊണ്ട് നിങ്ങൾ അതിലൊന്നും പോകാതെ ഇത് പഠിക്കൂ. ഗീത, ഉപനിഷത്ത് ഭയങ്കര രസമുള്ളൊരു ഏർപ്പാടല്ലേ. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിഫ്ലക്ഷൻ കാണാം പലയിടത്തും. അത് നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളിലുണ്ടാവും, സിനിമകളിലുണ്ടാവും, കഥകളിലുണ്ടാവും, കവിതകളിലുണ്ടാവും. മനോഹരമായിട്ട് നിങ്ങൾക്ക് ഇതിനെ അതിൽ കാണാം. ചിലപ്പോൾ അതിൻ്റെ സംവിധായകൻ പോലും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ കഥ എഴുതിയ ആൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങളതിൽ കാണും. അതാണ് അതിൻ്റെ രസം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.